ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങൊക്കെ വറുത്തരച്ച് വെച്ച ഒരു അടിപൊളി വരാൽ മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 12 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടാ. കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടാ. ഇപ്പൊ അതാ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടാ. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണോട്ടാ പൊടികൾ ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോതാ നമ്മുടെ തേങ്ങ നല്ല പോലെ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1 കിലോ വരാല് നല്ല പോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മ നേരത്തെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് പകുതിയാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കുടംപുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടാ. കുടംപുളി എടുക്കുമ്പോഴേ നമ്മുടെ പുളിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടാ. ഞാൻ എടുത്തിരിക്കുന്ന കുടംപുളിക്ക് തീരെ പുളി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 5 കുടംപുളി വരെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് ഉലുവ പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടാ. ഇനി ഇതൊന്ന് തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോതാ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോതാ കണ്ടില്ലേ, നമ്മുടെ മീൻ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴേ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോവാത്ത തരത്തിൽ വേണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 6 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി വഴച്ചി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടാ. കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടാ. ഇപ്പൊ അതാ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിച്ചെടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച വരാൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വരാലൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടാ. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.